നമസ്കാരം. ബിസിനസ്സിൽ പരസ്യം ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ ആവശ്യകത എന്തുമാത്രം ഉണ്ടെന്ന് ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്നൊരു സത്യമാണ്. ഇന്ന് അതിനെപ്പറ്റി ഒരു കാര്യമാണ് പ്രേക്ഷകരോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. ബിസിനസ്സിൻ്റെ ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ എഴുതിയിരുന്നു, നമ്മുടെ മാർക്കറ്റിംഗ് മജീഷ്യൻ എന്ന് ബഹുമാന്യനായ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ഉടമ ബോബി ചെമ്മണ്ണൂർ അവരുടെ ഞാൻ അങ്ങനെയാണ് വിലയിരുത്തിയത്. അദ്ദേഹത്തിൻ്റെ നിരന്തരമുള്ള പ്രവൃത്തികൾ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ആരംഭകാലത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണെന്നും അതിലൂടെ നല്ലൊരു പരസ്യമാണ് അദ്ദേഹം നേടുന്നതെന്നും തുടക്കം മുതലേ ഞാൻ മനസ്സിലാക്കിയ ആളാണ്. എന്നാൽ എൻ്റെ വിലയിരുത്തലിൻ്റെ എല്ലാം അപ്പുറമാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ വ്യാപാര സ്ഥാപനത്തിലെ ഉദ്ഘാടക. അതായത് ഈ ഉദ്ഘാടക ശരിക്കും പറഞ്ഞാൽ 1 മാസം ആകുന്നേ ഉള്ളൂ പ്രശസ്തിയിലേക്ക് എത്തിയിട്ട്. എത്തിയ ഉടൻ തന്നെ അദ്ദേഹം അവരെ ബന്ധപ്പെടാനും തൻ്റെ പുതിയ ഷോറൂമിലേക്ക് ഉദ്ഘാടകയായി എത്തിക്കാനും സാധിച്ചത് സത്യത്തിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറം തന്നെയാണ്. കാരണം അതിനുള്ള ഈ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഏതെല്ലാം ദുരിതത്തിൽ പെട്ടിരുന്നു എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിരിക്കെ പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തി അവരെ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മറഡോണയെ കൊണ്ടുവരാമെന്നില്ല, പിന്നെ ഈ മോണോലിസ എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എന്നാലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 1 മാസത്തിൻ്റെ ഇടയ്ക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം കടന്നുപോയെന്ന് നമുക്ക് ഏവർക്കും അറിയാം. തന്നെയുമല്ല, ഒരു സിനിമാ നടിയെ, ഇന്ത്യയിൽ ഏതിലും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമാ നടിയെ വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇത്രയ്ക്കും വലിയ പരസ്യം കിട്ടുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഉടനീളമുള്ള സകല ദേശീയ മാധ്യമങ്ങളും ഇത് ശ്രദ്ധിക്കപ്പെട്ടു, സോഷ്യൽ മീഡിയകളിൽ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വ്യാപാര ശൃംഖല ജൈത്രയാത്ര തുടരുകയാണ്. ഇനിയിപ്പം കേരളത്തിന് വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ വന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സിനിമാ നടിയെ കൊണ്ടുവന്ന് അദ്ദേഹം ഉദ്ഘാടകയായിട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും ഇതിൻ്റെ നേർപകുതി പോലും പരസ്യം കിട്ടുകയില്ലായിരുന്നു. ഇന്നിപ്പോൾ അതല്ല, അദ്ദേഹം കൊടുക്കുന്ന പരസ്യം കൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്ന് ന്യൂസ് കളക്ട് ചെയ്ത് പോകുന്ന കേസുകൾ വേറെ. ഇങ്ങനെ ചരിത്രം തിരുത്തിക്കുറിച്ച ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്നലെ കോഴിക്കോട് നടന്ന അദ്ദേഹത്തിൻ്റെ പുതിയ ജ്വല്ലറി ഷോറൂമിൽ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകളെ പറ്റി ഒരുപാട് നെഗറ്റീവ് ഷെയ്ഡ് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു വ്യക്തിപരമായ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമല്ല, അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. കാരണം എന്നാൽ തന്നെ ഇന്നലെ ചെയ്ത പ്രവൃത്തി തീർച്ചയായിട്ടും അത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. എനിക്കത് വളരെയധികം സന്തോഷം തോന്നി. അതിലുപരി ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ഒരു പൊതുവേദിയിൽ എത്തിക്കുക, അതും നമ്മുടെ കേരളത്തിൽ എത്തിക്കുക എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നി. ആ കുട്ടി തന്നെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറുന്നത്, അത് നമ്മുടെ കേരളത്തിൽ വരാൻ വേണ്ടിയാണ് അവർ വിമാനത്തിൽ കയറി വരിക എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ അവർ എത്തിക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെയധികം സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. ഇന്നലത്തെ പരിപാടികളെല്ലാം നമ്മളേവരും കണ്ടതാണ്. എന്തായാലും ബിസിനസ് മാർക്കറ്റിംഗ് മജീഷ്യൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്ര തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നു. നന്ദി, നമസ്കാരം.